ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ഇതുവരെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയില്ല. ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 13 സ്ഥലങ്ങളിൽ ഒരിടത്ത് 3 അടി താഴ്ചയിൽ ഇന്ന് കുഴിച്ചത്. ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ഇതുവരെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ടില്ല. ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 13 സ്ഥലങ്ങളിൽ ഒരിടത്ത് 3 അടി താഴ്ചയിലാണ് ഇന്ന് കുഴിച്ചു നോക്കിയത്. നേത്രാവതി സ്നാനഘട്ടിനരികെയാണ് പരിശോധന നടത്തിയത്. നിലവിൽ സ്ഥലത്ത് ദൌത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 13 സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 5 മണിക്കൂറെടുത്താണ് വനത്തിൽ ഇയാൾ പറഞ്ഞ സ്ഥലങ്ങൾ റിബൺ കെട്ടി അടയാളപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് 1 ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാറി നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിനു സമീപം എത്തിയ സംഘം ശുചീകരണ തൊഴിലാളിയുമായി സ്നാനഘട്ടത്തിലിറങ്ങി. 200 മീറ്ററോളം പുഴക്കരയിലൂടെ നടന്ന് അവിടെ നിന്ന് റവന്യൂ പുറമ്പോക്കിലേക്കും തുടർന്ന് വനത്തിലേക്കും കയറുകയായിരുന്നു. സ്നാനഘട്ടത്തിൽ നിന്ന് 20 മീറ്റർ മാത്രം മാറിയാണ് ആദ്യ സ്ഥലം അടയാളപ്പെടുത്തിയത്. ഏറ്റെടുത്ത് അടയാളപ്പെടുത്തിയ ശേഷം ഉച്ചകഴിഞ്ഞ് 3 ധർമ്മസ്ഥല സ്റ്റേഷനിലേക്ക് പോയി. ഉച്ചകഴിഞ്ഞ് 4:30 ധർമ്മസ്ഥല മംഗളൂരു റോഡിൽ സ്നാനഘട്ടത്തിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി റോഡരികിലെ കാടുപിടിച്ച സ്ഥലത്തേക്ക് കയറി 3 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. ഈ സ്ഥലങ്ങൾ തമ്മിൽ മീറ്ററുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. വൈകിട്ട് 5 വീണ്ടും സ്നാനഘട്ടത്തിനു സമീപം എത്തിയ സംഘം അവിടെ ഗ്രാമീണ റോഡിന്റെ അരികിൽ ചൂണ്ടിക്കാണിച്ച സ്ഥലം അടയാളപ്പെടുത്തി. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാറി കന്യാടിയിലെ ഒരു തോട്ടത്തിലും അടയാളപ്പെടുത്തിയിരുന്നു. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.